കോഴ്സ് ഓഫ് ഓട്ടോമൊബൈൽ കമ്പോണൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാറ്റേൺ അലവൻസസ്, ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്. അങ്ങനെ 3 ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടോപ്പിക്ക് പാറ്റേൺ അലവൻസസ്. പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റിനെക്കാട്ടിയും കുറച്ചും കൂടി സൈസ് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം പാറ്റേണും ഫൈനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡയമെൻഷൻ ചേഞ്ച് കുറച്ചും കൂടി വലുതായിരിക്കുന്നത് പാറ്റേൺ. അപ്പോൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന എക്സസ് സൈസിനെയാണ് നമ്മൾ എന്ത് പറയുക, പാറ്റേൺ അലവൻസ് എന്ന് പറയുക. അപ്പോൾ പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് പാറ്റേണിൻ്റെ മേലെ കൊടുക്കുന്ന എക്സ്ട്രാ സൈസിനെ പറയുന്ന പേരാണെന്ത്, പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം എ പാറ്റേൺ ഈസ് എ റിപ്ലിക്ക ഓഫ് കാസ്റ്റിംഗ് ബട്ട് ദ പാറ്റേൺ ഡിഫേഴ്സ് ഫ്രം കാസ്റ്റിംഗ് ഇൻ സെർട്ടൈൻ ഡയമെൻഷൻസ്. ദിസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഈസ് നോൺ ആസ് പാറ്റേൺ അലവൻസ്. അപ്പം ഫൈനൽ പ്രൊഡക്റ്റും പാറ്റേണും തമ്മിലുള്ള സൈസ് ചേഞ്ചിനെ പറയുന്ന പേരാണെന്ത്, പാറ്റേൺ അലവൻസ്. അപ്പോൾ സാധാരണ ഇതിൽ പാറ്റേൺ അലവൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ മെറ്റൽ കുറച്ച് സ്ട്രിങ്ക് ആവും. അങ്ങനെ കുറേ കേസ് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ സൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫൈനൽ പ്രൊഡക്റ്റിൽ ഈ സൈസ് ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സൈസ് ചേഞ്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പാറ്റേൺ അലവൻസസ് കൊടുക്കാറ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പാറ്റേണിൻ്റെ മേലെ എക്സ്ട്രാ കൊടുക്കുന്ന പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഷ്രിങ്കേജ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ അലവൻസ്, സെക്കൻഡ് മെഷീനിങ് ഓർ ഫിനിഷിംഗ് അലവൻസ്, തേർഡ് ഡ്രാഫ്റ്റ് ഓർ ടാപ്പർ അലവൻസ്, ഫോർത്ത് വണ് റാപ്പിംഗ് ഓർ ഷെയ്ക്ക് അലവൻസ്, ഫിഫ്ത്ത് ഡിസ്റ്റോഷൻ ഓർ ക്യാമ്പർ അലവൻസ്. ഇത്രയും അലവൻസാണ് സാധാരണഗതിയിൽ ഒരു പാറ്റേണിൻ്റെ മേലെ നമ്മൾ എക്സ്ട്രാ കൊടുക്കാറ്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റിൽ ഷ്രിങ്കേജ് ഓർ കോൺട്രാക്ഷൻ അലവൻസ്. സാധാരണ ഒരു മെറ്റൽ, ലിക്വിഡ് മെറ്റൽ കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് ഷ്രിങ്കേജ് ഉണ്ടാവും. അതിൻ്റെ സൈസ് വോളിയം എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അങ്ങനെ വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യും, ഈ മൊത്തം പ്രൊഡക്റ്റിൻ്റെ സൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെറ്റൽ കൂളിങ്ങിൻ്റെ ടൈമിലുണ്ടാകുന്ന വോളിയോമെട്രിക് കോൺട്രാക്ഷനെ കൊണ്ടുള്ള സൈസ് ചേഞ്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷ്രിങ്കേജ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ അലവൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ അറിയാം, പാറ്റേണിൻ്റെ സൈസാണ് പുറത്തുള്ളത്. ഈ പാറ്റേണിൻ്റെ സൈസിൽ നമ്മൾ എന്ത് ചെയ്തു, പാറ്റേൺ ഉണ്ടാക്കി. ഈ പുറത്തുള്ളതാണ് പാറ്റേണിൻ്റെ സൈസ്. ഈ പാറ്റേണിൻ്റെ സൈസിൽ എന്ത് ചെയ്തു, നമ്മൾ മോൾഡ് ഉണ്ടാക്കി. ഈ മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു, ലിക്വിഡ് മെറ്റൽ ഒഴിച്ചു. മെറ്റൽ തണുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സൈസ് കുറയും. അപ്പം സൈസ് കുറഞ്ഞ എന്ത് ചെയ്യും, ഈ ഉള്ളിലത്തെ സൈസിലേക്കെങ്കിലും എത്തും. അപ്പം ഈ ചെറിയ പോർഷനല്ലേ, ഈ ഷെയ്ഡർ പോർഷൻ കാണിക്കുന്ന എന്താ, നമ്മൾ എക്സ്ട്രാ കൊടുത്ത എക്സസ് അലവൻസ് ആണ്. അത്രയും അലവൻസ് കൊടുത്തില്ല എന്ത് സംഭവിക്കും, ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, പിന്നെയും ചെറുതാവും. നമുക്ക് വേണ്ട അതായത് ഇത്രയും സൈസുള്ള പാറ്റേൺ ഉണ്ടാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇതിനുള്ളിലുള്ള റിക്വയർഡ് സൈസുള്ള കാസ്റ്റിംഗ് കിട്ടൂ. നമ്മൾ എത്രത്തോളം ഏത് സൈസിലാണോ പാറ്റേൺ ഉണ്ടാക്കുന്നത് അതിനെക്കാട്ടിലും ചെറുതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ്. മെറ്റൽ തണുക്കുമ്പോൾ എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫൈനൽ പ്രൊഡക്റ്റ് എന്താവും, ഇതിൻ്റെ സൈസ് കുറവായിരിക്കും. അങ്ങനെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഒരു റെഡ്യൂസ് സൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഷ്രിങ്കേജ് അലവൻസ് എന്ന് പറയുന്നത് ചെയ്യും, കുറച്ച് എക്സ്ട്രാ സൈസ് കൊടുക്കും. ഒരു 10 സെൻറ്റിമീറ്റർ സൈസുള്ള ഡയമീറ്ററുള്ള ഒരു ബോൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ സൈസ് കൊടുത്തിട്ട് ഒരു 11 അല്ലെങ്കിൽ 10.5 കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ പാറ്റേൺ ഉണ്ടാക്കും. എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, മെറ്റൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് 10 സെൻറ്റിമീറ്ററിലെ കാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ അങ്ങനെ മെറ്റൽ കോൺട്രാക്ഷനെ കൊണ്ടുണ്ടാകുന്ന സൈസ് ചേഞ്ചിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലവൻസിൻ്റെ പേരാണെന്ത്, ഷ്രിങ്കേജ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ അലവൻസ്. സെക്കൻഡ് മെഷീനിങ് അലവൻസ്. അപ്പോൾ ഏതൊരു കാസ്റ്റിംഗ് ആണെങ്കിലും അതിന് മേലെ ചെറിയൊരു മെഷീനിങ് പ്രോസസ് വേണ്ടി വരും. ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മേലെ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതൊക്കെ വരും. ഒന്നുമില്ല ലെയ്ത്തിലോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനിലോ പോളിഷിംഗ് മെഷീനിലൊക്കെ വെച്ചിട്ട് കുറച്ച് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും.
കുറച്ച് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കറക്റ്റ് ഷേപ്പിലേക്കൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുറച്ച് മെഷീനിങ് ചെയ്യാറുണ്ട്. അപ്പം മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സൈസാണ് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെയും പാറ്റേണിൻ്റെ സൈസ് ഒരേ സൈസാണ്, എന്ത് സംഭവിക്കും, ഈ മെഷീനിങ് നടത്തി കഴിഞ്ഞാൽ നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ സൈസ് കുറഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷീനിങ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് എക്സ്ട്രാ സൈസ് പാറ്റേണിൻ്റെ മേലെ കൊടുക്കും. അതിനാണ് എന്ത് പറയുക, മെഷീനിങ് അലവൻസ്. ഇനി ഈ മെഷീനിങ് അലവൻസ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫൈനൽ പ്രൊഡക്റ്റ് മെഷീൻ ചെയ്ത് വരുമ്പോഴേക്ക് എന്തായും അണ്ടർ സൈസായി പോകും. നമ്മളെ റിക്വയർഡ് സൈസിനെക്കാട്ടി കുറഞ്ഞ സൈസായിരിക്കും എന്ത് ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷീനിങ് അലവൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡ്രാഫ്റ്റ് ഓർ ടാപ്പർ അലവൻസ്. ഈ ഡ്രാഫ്റ്റ് അലവൻസ് സാധാരണഗതിയിൽ ലെങ്തി ആയിട്ടുള്ള വെർട്ടിക്കൽ സർഫസിന് വേണ്ടിയിട്ടാണ് കൊടുക്കാറ്. ഈ വെർട്ടിക്കലായിട്ടുള്ള ലാർജ് സർഫസൊക്കെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോൾ മോൾഡ് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒരുപാടുള്ള ഷേപ്പിലാണ് സാധാരണ അതിൽ എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ടാപ്പർ അലവൻസ് കൊടുക്കുക. ഇവിടെ ഡ്രാഫ്റ്റ് അലവൻസിന് ടാപ്പർ അലവൻസ് കൊടുത്തില്ലെങ്കിൽ ഈ പാറ്റേൺ മോൾഡിൻ്റെ അകത്ത് നിന്ന് പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോൾ ഈ മോൾഡ് പൊട്ടിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ തട്ടിയിട്ട് പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് മോൾഡിൻ്റെ സൈഡ് തട്ടിയിട്ട് മോൾഡ് പൊട്ടിപ്പോരാനുള്ള ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ചാൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ പാറ്റേൺസ് ഒരു ചെറിയ ടാപ്പർ കൊടുക്കാറുണ്ട്. സെയിം സാധനമാണ്, ഈ ഷേപ്പിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ടാപ്പറുള്ള ഷേപ്പ് കൊടുക്കും, ടാപ്പേർഡ് ഷേപ്പ് കൊടുക്കും. അതിനാണ് എന്ത് പറയുക, ടാപ്പർ അലവൻസ്. ഈസി ആയിട്ട് പാറ്റേണിനെ മെറ്റീരിയൽ മോൾഡിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാപ്പർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അലവൻസ് കൊടുക്കുന്നത്. ഇനി ഈ ഷേപ്പ് ചേഞ്ചിന് സാധാരണ ഇതിൽ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടും മെഷീൻ ചെയ്തിട്ട് ഈ സ്ട്രെയിറ്റ് ആക്കി മാറ്റും. സാധാരണ ഏതെങ്കിലും മെഷീനിങ് ടൂൾ ഉപയോഗിച്ചിട്ട് പിന്നെ എല്ലാ പ്രൊഡക്റ്റും കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മെഷീൻ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആക്കും. അതിനാണ് എന്ത് പറയുക, ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറയാം. അതായത് ടാപ്പർ കൊടുക്കുക, ഒരു ചരിച്ചു, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പാറ്റേൺ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ചരിവുള്ള ടാപ്പേർഡ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മോൾഡിൻ്റെ അകത്ത് നിന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് പറയുക, ടാപ്പർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറയാം. സാധാരണ ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ 10 to 20 mm ഒക്കെ, ഒരു മീറ്ററിന് ഒരു 10 mm അല്ലെങ്കിൽ 20 mm ഒക്കെയാണ് സാധാരണ കൊടുക്കാറ്. 1 മീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ ഒരു 10 mm ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ഡ്രാഫ്റ്റ് കൊടുക്കുക. അത് സാധാരണ കാസ്റ്റിങ്ങിൻ്റെ സൈസ് അനുസരിച്ച് എന്ത് ചെയ്യും, ഈ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് റാപ്പിംഗ് ഓർ ഷേക്കിംഗ് അലവൻസ്. സാധാരണഗതിയിൽ ഒരു പാറ്റേൺ മോൾഡിൻ്റെ അകത്ത് റിമൂവ് ചെയ്യും, ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഷെയ്ക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആ പാറ്റേൺ പുറത്തേക്ക് എടുക്കുക. ജസ്റ്റ് 2 തട്ട് കൊടുത്ത് ഷെയ്ക്ക് ചെയ്തിട്ടല്ലേ പാറ്റേൺ പുറത്തേക്ക് എടുക്കാം, വർക്ക്ഷോപ്പ് ഫൗണ്ടറിലൊക്കെ ചെയ്തല്ലേ. അപ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും, മോൾഡിൻ്റെ സൈസ് ഇൻക്രീസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സാധാരണഗതിയിൽ 2 സൈഡിലേക്കൊക്കെ തട്ടിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ മോൾഡിൻ്റെ സൈസ് കുറച്ച് ഇൻക്രീസ് ആവും. അപ്പോൾ സാധാരണ ചെറിയ അല്ലെങ്കിൽ മീഡിയം സൈസുള്ള കാസ്റ്റിങ്സിന് ഇതെന്തല്ല നെഗ്ലിജിബിളായി ചെറിയ ചേഞ്ച് ഉണ്ടാവും. അതേസമയം വലിയ കാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ചെറിയ ഷെയ്ക്ക് തന്നെ എന്ത് ചെയ്യും, വലിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സൈസ് ഡിഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റാപ്പിംഗ് ഓർ ഷെയ്ക്കിംഗ് അലവൻസ് കൊടുക്കും. ഈ റാപ്പിംഗ് അല്ലെങ്കിൽ ഷെയ്ക്കിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അലവൻസ് ആയിരിക്കും. അപ്പം കുറച്ച് 1 mm 2 mm ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ സൈസ് ഇൻക്രീസ് ആകുക ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പാറ്റേൺ 1 mm അല്ല 2 mm കുറച്ചിട്ടുണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഷെയ്ക്കിംഗ് അലവൻസ് കൂടി വരുമ്പോൾ നമുക്ക് വേണ്ട ഒറിജിനൽ റിക്വയർഡ് സൈസിലേക്ക് എത്തും. അപ്പോൾ അതിനാണ് എന്ത് പറയുക, റാപ്പിംഗ് ഓർ ഷെയ്ക്കിംഗ് അലവൻസ്. അതായത് പാറ്റേൺ റിമൂവലിൻ്റെ ടൈമിലുള്ള ഷെയ്ക്കിംഗ് അല്ലെങ്കിൽ റാപ്പിംഗ് കൊണ്ട് പാറ്റേണിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അലവൻസ് ആണ് എന്ത്, റാപ്പിംഗ് ഓർ ഷെയ്ക്കിംഗ് അലവൻസ്. നെക്സ്റ്റ് ഡിസ്റ്റോഷൻ അലവൻസ്. ഡിസ്റ്റോഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ യു ഷേപ്പോ അല്ലെങ്കിൽ അങ്ങനെ ചില പർട്ടിക്കുലർ ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യാറ്, ഈ ഡിസ്റ്റോഷൻ അലവൻസ് കൊടുക്കാറ്. ചില മെറ്റൽസ് അല്ലെങ്കിൽ ചില ഷേപ്സ് പെട്ടെന്ന് ഡിസ്റ്റോർട്ട് ആവും. അതായത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പെട്ടെന്ന് ഡിസ്റ്റോർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്റ്റോർഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഡിസ്റ്റോർഷൻ അലവൻസ് കൊടുക്കുക. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ചേഞ്ച്. ആ ഷേപ്പ് ചേഞ്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്റ്റോർഷൻ അലവൻസ് കൊടുക്കുക. പ്രത്യേകിച്ച് യു ഷേപ്പ് പോലത്തെ സാധനത്തിലാണ് എന്ത് ചെയ്യുക, മെയിനായിട്ട് ഈ ഒരു അലവൻസിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. എക്സാമ്പിൾ നോക്കാം. ഒരു യു ഷേപ്പാണ്. സാധാരണ യു ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പാറ്റേൺ ഉണ്ടാക്കി കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ടോപ്പ് എൻഡ് ഇവിടെ യു ഷേപ്പ്, യു ഷേപ്പാണെന്ന് വെച്ചോ. യു ഷേപ്പ് ഉണ്ടാക്കി നമ്മൾ ഇതേപോലെ തന്നെ ഇതേ ഷേപ്പിൽ പാറ്റേണൊക്കെ ഉണ്ടാക്കി കാസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെച്ചാൽ ഈ യുവിൻ്റെ പുറമേ ഭാഗം, ഈ 2 ലെഗ്സ് എന്ത് ചെയ്യും, പുറമേക്ക് 2 സൈഡിലേക്ക് എന്തെങ്കിലും ഡിസ്റ്റോർട്ട് ചെയ്ത് വന്ന ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ താഴത്തെ പോർഷനിൽ മാത്രം എന്ത് ചെയ്യും, പെട്ടെന്ന് കൂളിംഗ് നടക്കും. ഈ മേലത്തെ 2 പോർഷൻ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ താഴത്തെ പോർഷൻ പെട്ടെന്ന് കൂൾ ചെയ്യുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ മെറ്റൽസ് കൂടുതലായ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ കൂളിംഗ് അനുസരിച്ച് എന്ത് ചെയ്യും, ഈ സാധനം 2 യുവിൻ്റെ ലെഗ് എന്ത് ചെയ്യും, വൈഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റോർഷൻ അലവൻസ് കൊടുക്കുന്നത്. അപ്പോൾ പാറ്റേൺ ഏത് ഷേപ്പിലുണ്ടാക്കും, ഈ ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ, ഈ ഫിഗർ പോലെ തന്നെ എന്ത് ചെയ്യും, പാറ്റേൺ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ പാറ്റേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ ഇത് തണുക്കുമ്പോൾ എന്ത് ചെയ്യും, അതായത് കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷേപ്പ് ഈ ബോട്ടം പോർഷൻ മാത്രം എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് ആകെ കറക്റ്റ് യു ഷേപ്പിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിനാണ് എന്ത് പറയുക, ഡിസ്റ്റോർഷൻ അലവൻസ് എന്ന് പറയാം. അപ്പോൾ യു ഷേപ്പിനെ വേറൊരു ഷേപ്പിലേക്കാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ് ആദ്യം തന്നെ ഉണ്ടാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കാസ്റ്റിങ്ങിൻ്റെ ടൈമിലെ ഡിസ്റ്റോർഷൻ കൂടി രണ്ടും കൂടി കോമ്പൻസേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇതിന് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും പറയാറില്ല. ഇത് എക്സ്പീരിയൻസ് കൊണ്ട് ഓരോരുത്തർ എന്ത് ചെയ്യുന്നത്, ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് ഓരോ ഷേപ്പിനനുസരിച്ച് എന്ത് ചെയ്യും, ചെറിയ ചെറിയ വേരിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് മോൾഡിങ് സാൻഡും അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് നോക്കാം. നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ മോൾഡിങ് സാൻഡ് കൊണ്ട് മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം മെയിനായിട്ട് മോൾഡിങ് സാൻഡിൽ സിലിക്ക സാൻഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു സിലിക്ക സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൂഴി സിലിക്ക സാൻഡ്. പിന്നെ അതിൻ്റെ കൂടെ ബൈൻഡർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഹാർഡ്നെസ്, ഒരു ഉറപ്പ് കൊടുക്കുന്ന സാധനത്തിന് എന്ത് പറയുക, ബൈൻഡർ എന്ന് പറയാം. സാധാരണഗതിയിൽ ക്ലേ ആണ് എന്തായിട്ട് ഉപയോഗിക്കാറ്, ബൈൻഡേഴ്സായിട്ട് യൂസ് ചെയ്യാറ്. ക്ലേ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ബൈൻഡേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് മോയ്സ്ചർ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, ഈ സാൻഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. നെക്സ്റ്റ് അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾഡിങ് സാൻഡിൻ്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്ട്രാ മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് എന്ത്, അഡിക്റ്റീവ്സ്. സാധാരണ അതിൽ സിലിക്ക സാൻഡാണ് എന്ത് ചെയ്യാറ്, നമ്മൾ മോൾഡിങ് സാൻഡിന് മെയിനായിട്ട് ഉപയോഗിക്കാറ്. ഇതേപോലെ തന്നെ സാൻഡിൽ ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് സാൻഡുണ്ട്. ഇതിൻ്റെയൊക്കെ സാധാരണ ഇതിൽ ചില സ്പെഷ്യൽ കേസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ നെക്സ്റ്റ് ബൈൻഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഹാർഡ്നെസ്സിന് വേണ്ടി, ആ മോൾഡ് പൊട്ടിപ്പോരാതെ ഹാർഡായിട്ട് നിർത്തുന്നത് ബൈൻഡറാണ്. അപ്പോൾ ബൈൻഡേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഇനോർഗാനിക് ബൈൻഡേഴ്സ് ഉണ്ട്, ഓർഗാനിക് ബൈൻഡേഴ്സ് ഉണ്ട്. ഇനോർഗാനിക് ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ, സോഡിയം സിലിക്കേറ്റ്, അതേപോലെ തന്നെ സിമെൻറ്റ്, ക്ലേ, അതേപോലെ സോഡിയം സിലിക്കേറ്റ്, ഇതൊക്കെയാണ് സാധാരണ ഗതിയിൽ ഇനോർഗാനിക് ബൈൻഡേഴ്സ്. ഇനി ഓർഗാനിക് ബൈൻഡേഴ്സ് ആണെങ്കിൽ ഫീനോൾ ഫോർമാലിഹൈഡ്, യൂറിയ ഫോർമാലിഹൈഡ്, ലിൻസിഡ് ഓയിൽ, സീറൽ ബൈൻഡേഴ്സ്, മൊളാസസ്, ഡെക്സ്റ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഓർഗാനിക് ബൈൻഡേഴ്സും സാധാരണ അതിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോ മോൾഡിങ് പ്രോസസ്സിൻ്റെ അപ്ലിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ബൈൻഡേഴ്സും മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് മോയ്സ്ചർ, എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ്. സാധാരണ ഒരു 2 to 8% സാധാരണ ഒരു ഗ്രീൻ സാൻഡ്, സാധാരണ സാൻഡിങ് മോൾഡിങ് സാൻഡിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് അഡിക്റ്റീവ്സ്, ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി, മോൾഡിങ്ങിൻ്റെ പർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്ട്രാ മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് അഡിക്റ്റീവ്സ്. കോമൺലി ഉപയോഗിക്കുന്ന അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ
വുഡ് ഫ്ലോർ മരപ്പൊടി, അതേപോലെ കോൾ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ കൽക്കരിൻ്റെ പൊടി അല്ലെങ്കിൽ ചാർക്കോൾ, കോൺഫ്ലോർ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ മോൾഡിങ് സാൻഡ് അഡിറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോൾഡിങ് സാൻഡ്, ഏതൊക്കെ ടൈപ്പാണ് മോൾഡിങ് സാൻഡ്സ് ഉള്ളത്. അപ്പോൾ ഗ്രീൻ സാൻഡ് ഉണ്ട്. ഗ്രീൻ സാൻഡാണ് സാധാരണഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാറ്, വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്ത് മോൾഡ് ഉണ്ടാക്കിയത് ഗ്രീൻ സാൻഡ് കൊണ്ടാണ്. അതിൻ്റെ പേര് കേട്ട് ഗ്രീൻ കളറാണെന്ന് വിചാരിക്കേണ്ട, അത് സാധാരണ ബ്ലാക്ക് കളറിൽ തന്നെ ആയിരിക്കും. വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഗ്രീൻ സാൻഡ് എന്നുള്ള പേര് വന്നത്. നെക്സ്റ്റ് ഡ്രൈ സാൻഡ്, ലോം സാൻഡ്, ഫേസിങ് സാൻഡ്, ബാക്കിംഗ് സാൻഡ്, സിസ്റ്റം സാൻഡ്, പാർട്ടിംഗ് സാൻഡ്, കോർ സാൻഡ്. ഗ്രീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കളർ ഗ്രീൻ അല്ല, അതിൻ്റെ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ കണ്ടൻറ്റ് മോയിസ്റ്റ് ആയിട്ടുള്ള മോൾഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഒരു സാൻഡിങ് പ്രോസസ്സിനെ കൊണ്ടാണ് എന്ത് പറയുന്നത് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. മോയിസ്റ്റ് ആയിട്ടുള്ള മോൾഡിലേക്കാണ് സാധാരണഗതിയിൽ ഈ ഗ്രീൻ സാൻഡ് മോൾഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ ലിക്വിഡ് മെറ്റൽ ഒഴിക്കുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ഗ്രീൻ സാൻഡ് എന്നുള്ള പേര് വന്നത്. മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ കാരണമാണ് എന്ത് ചെയ്യുന്നത് ഗ്രീൻ സാൻഡ് എന്നുള്ള പേര് വന്നത്. ഇതിൻ്റെ സാധാരണ ഒരു 18 to 30% ക്ലേയും ഒരു 6 to 8% വാട്ടറും ഉണ്ടാകും. അതായത് സിലിക്ക സാൻഡ് 18 to 30% ക്ലേ, 6 to 8% വാട്ടർ, ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഗ്രീൻ സാൻഡ് കിട്ടും. ക്ലേ, സാൻഡ്, വാട്ടർ, ഈ 3 സാധനം കൂടി നല്ലോണം മിക്സ് ചെയ്യാൻ എന്താണ് അതിനെ പറയുന്ന പേരാണെന്ത് ഗ്രീൻ സാൻഡ്. ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോൾഡിങ് സാൻഡാണ് ഗ്രീൻ സാൻഡ്. അതേപോലെ തന്നെ ഇത് ഫെറസ് മെറ്റീരിയൽസും നോൺ ഫെറസ് മെറ്റീരിയൽസിനും രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും സൂട്ടബിളാണ് ഗ്രീൻ സാൻഡ്. നെക്സ്റ്റ് ഡ്രൈ സാൻഡ്. ഗ്രീൻ സാൻഡിനെ ബേക്ക് ചെയ്ത്, അതായത് അതിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത് ഡ്രൈ സാൻഡ്. ഒരു ഓവനിൽ വെച്ചിട്ട്, ഒരു ഫർണസിലോ ഓവനിലോ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രീൻ സാൻഡിനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത് ഡ്രൈ സാൻഡ്. ഒരു മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഗ്രീൻ സാൻഡ് ഉപയോഗിച്ചൊരു മോൾഡ് ഉണ്ടാക്കാം. അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, ഒരു ഓവനിൽ വെച്ച് ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തായി മാറും, അതിനെ പറയുന്ന പേരാണെന്ത് ഡ്രൈ സാൻഡ്. ഇതിന് കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ്, അതേപോലെ കുറച്ചും കൂടി ഹാർഡാണ് സാധനം. അതുപോലെ തെർമൽ സ്റ്റെബിലിറ്റി, പെട്ടെന്ന് ടെമ്പറേച്ചർ അനുസരിച്ച് വലിയ വേരിയേഷനോ ഷേപ്പ് ചേഞ്ചോ സൈസ് ചേഞ്ചോ ഒന്നും ഉണ്ടാവാത്ത ടൈപ്പ് സാൻഡാണെന്ത് ഡ്രൈ സാൻഡ്. ലാർജ് കാസ്റ്റിങ്ങിൻ്റെ കേസിലാണ് സാധാരണഗതിയിൽ ഡ്രൈ സാൻഡ്സ് ഉപയോഗിക്കാറ്. പിന്നെ ഈ ഡ്രൈ സാൻഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മോൾഡിൻ്റെ പേരാണ് ഡ്രൈ സാൻഡ് മോൾഡ്സ്. നെക്സ്റ്റ് ലോം സാൻഡ്. ലോം സാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 50% ക്ലേയും 50% എന്തുണ്ടാവുക, 50% ക്ലേയും ഒരു 18% വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിക്സ്ചറാണ് എന്ത് പറയുക ലോം സാൻഡ് എന്ന് പറയാം. ഇത് സാധാരണഗതിയിൽ ലാർജ് കാസ്റ്റിങ്സ്, നമ്മളെ ബെല്ല് പോലത്തെ വലിയ ലാർജ് കാസ്റ്റിങ്സ്, ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾസിലൊക്കെ ഉണ്ടാകുന്ന വലിയ ബെൽസൊക്കെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ ലോം സാൻഡ്സ് ഉപയോഗിക്കുക. ലോം സാൻഡിന് വേണ്ടിയിട്ട് സാധാരണ നോർമൽ പാറ്റേൺസ് അല്ല യൂസ് ചെയ്യുക, പകരം സീപ്പ് പാറ്റേൺസ് ആണ് സാധാരണഗതിയിൽ ഈ ലോം സാൻഡ് കാസ്റ്റിങ്സിന് വേണ്ടി യൂസ് ചെയ്യുക. ഇത് ഒരു പ്ലാസ്റ്റിക് പേസ്റ്റ് പോലെയാണ് ഉണ്ടാവുക. 50% ക്ലേയും സാൻഡും അതേപോലെ വാട്ടറും ഉണ്ടാകും. 50% ക്ലേ, സിലിക്ക സാൻഡ്, 18% വാട്ടർ. മെയിനായിട്ട് ലാർജ് ഗ്രേ അയൺ കാസ്റ്റിങ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ഫേസിങ് സാൻഡ്. ഫേസിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മോൾഡിങ് പ്രോസസ്സിൻ്റെ അകത്ത് പാറ്റേൺ കഴിഞ്ഞ പാട് ഫില്ല് ചെയ്യുന്ന സാൻഡിനെ പറയുന്ന പേരാണ് ഫേസിങ് സാൻഡ്. ഈ ഫേസിങ് സാൻഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ സർഫസ് ഫിനിഷ് വരിക. ഏറ്റവും നല്ല സാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒരേ ഷേപ്പുള്ള അല്ലെങ്കിൽ ഒരേ സൈസുള്ള
സാൻഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേസിങ് സാൻഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യും. അപ്പം പാറ്റേണിൻ്റെ തൊട്ട് മേലെ ഇടുന്ന സാൻഡിനെ പറയുന്ന പേരാണ് ഫേസിങ് സാൻഡ്. മോൾട്ടൻ മെറ്റലുമായിട്ട് ഫസ്റ്റ് കോൺടാക്റ്റ് വരുന്നത് ഫേസിങ് സാൻഡാണ്. ഫേസിങ് സാൻഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടും. അതേപോലെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള സാൻഡ്സാണ് സാധാരണഗതിയിൽ ഫേസിങ് സാൻഡായിട്ട് ഉപയോഗിക്കാറ്. ഇത് സിലിക്ക സാൻഡും ക്ലേ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, മെയ്ഡ് ചെയ്യാറ്. നെക്സ്റ്റ് ബാക്കിംഗ് സാൻഡ്. ബാക്കിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഫേസിങ് ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഒരു പാറ്റേൺ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഏറ്റവും ഫൈനായിട്ടുള്ള ഫേസിങ് സാൻഡ് ഫില്ല് ചെയ്യും. അതിനുശേഷം ബാക്കി മോൾഡിൻ്റെ ബാക്കിയുള്ള പോർഷൻസ്, സാധാരണ ഇത് ഫേസിങ് സാൻഡിന് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം ബാക്കിയുള്ള പോർഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസിങ് സാൻഡ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ മോൾഡിങ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് വല്ലാണ്ട് ഇൻക്രീസ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പഴയ മോൾഡിങ് സാൻഡ്, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത മോൾഡിങ് സാൻഡ് ഉപയോഗിച്ചിട്ട് മോൾഡിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ഫില്ല് ചെയ്യും. അതിനാണ് എന്ത് പറയുക, ബാക്കിംഗ് സാൻഡ് എന്ന് പറയുക. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത സാൻഡൊക്കെ ആയിരിക്കും സാധാരണ അതിൽ ബാക്കിംഗ് സാൻഡായിട്ട് ഉപയോഗിക്കുക. ഫേസിങ് സാൻഡ് കഴിഞ്ഞതിന് ശേഷം മോൾഡിങ് ഫ്ലാസ്ക് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാൻഡിനെ പറയുന്ന പേരാണ് ബാക്കിംഗ് സാൻഡ്. യൂസ്ഡ് മോൾഡിങ് സാൻഡാണ് സാധാരണഗതിയിൽ ഈ ഒരു അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് സിസ്റ്റം സാൻഡ്. സിസ്റ്റം സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെഷീൻസ് യൂസ് ചെയ്തിട്ട് മോൾഡ് ചെയ്യുന്ന കേസിൽ ഉപയോഗിക്കുന്ന സാൻഡിനെ പറയുന്ന പേരാണ് സിസ്റ്റം സാൻഡ്. അപ്പം ഇതിനകത്ത് ഫേസിങ് സാൻഡ്സ് ഉണ്ടാവില്ല. ഒരു മെഷീൻ മോൾഡിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ സിസ്റ്റം മോൾഡിങ്ങിൻ്റെ കേസിൽ ഒറ്റൊരു മോൾഡിങ് ഉണ്ടാവും, ഒറ്റൊരു സാൻഡ് ഉണ്ടാവും. അതെന്താണ്, സിസ്റ്റം സാൻഡാണ്. അതെന്ത് ചെയ്യും, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് അഡിക്റ്റീവ്സൊക്കെ രണ്ടാമത് ചേർത്തിട്ട് എന്ത് ചെയ്യും, റീയൂസ് ചെയ്യും. അതിനാണ് എന്ത് പറയുക, സിസ്റ്റം സാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് പാർട്ടിങ് സാൻഡ്. പാർട്ടിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മോൾഡിങ് ഫ്ലാസ്ക് 2 മോൾഡിങ് ഫ്ലാസ്ക് ഉണ്ടാകുക, കോപ്പും ഡ്രാഗും. അപ്പോൾ ആ 2 കോപ്പിനെയും ഡ്രാഗിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ലൈനിനെ അല്ലെങ്കിൽ ആ പോർഷനെ പറയുന്ന പേരാണ് പാർട്ടിങ് ലൈൻ. അപ്പോൾ ഈ 2 മോൾഡിങ് ബോക്സും തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാൻഡിനെ പറയുന്ന പേരാണ് പാർട്ടിങ് സാൻഡ്. അതേപോലെ തന്നെ പാറ്റേൺ മോൾഡിൻ്റെ മേലെ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ പാർട്ടിങ് സാൻഡ് പാറ്റേണിൻ്റെ മേലെ സാധാരണ അപ്ലൈ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് കോർ സാൻഡ്. കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡിനെ പറയുന്ന പേരാണെന്ത്, കോർ സാൻഡ്. സാധാരണ അതിൽ കോർ സാൻഡ് ലിൻസിഡ് ഓയിൽ, റെസീൻസ്, മിനറൽ ഓയിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, മെയ്ഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓയിൽ സാൻഡ് എന്ന് പറയാറുണ്ട്. സിലിക്ക സാൻഡും ഓയിലും, അതായത് അതിനെ ഹാർഡാക്കി നിർത്തുന്ന ഓയിൽ ബൈൻഡേഴ്സും അതേപോലെ തന്നെ സിലിക്ക സാൻഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് കോർ സാൻഡ് ഉണ്ടാക്കാറ്. ഇത് കുറച്ചും കൂടി ഹാർഡായിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിങ് സാൻഡ്. സാധാരണഗതിയിൽ മോൾഡിങ് സാൻഡ്സിനുണ്ടാകുന്ന പ്രോപ്പർട്ടീസ്. ഫസ്റ്റിൽ പോറോസിറ്റി ഓർ പെർമിയബിലിറ്റി. പോറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ലിക്വിഡ് ഹോട്ട് മെറ്റൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മോയ്സ്ചറോ അതേപോലെ തന്നെ ഗ്യാസൊക്കെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ മോൾഡിൻ്റെ ഉള്ളിൽ തന്നെ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഹോളോ കാവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഈ ഗ്യാസസും അതേപോലെ മോയ്സ്ചർ ഉണ്ടാകുന്ന സ്റ്റീമും മോൾഡിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഗ്യാസ് ക്യാവിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്യാസ് എന്ത് ചെയ്ത് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനൽ പ്രൊഡക്റ്റിനുള്ളിൽ എന്ത് ഉണ്ടാവും, ഒരു ഹോളോ പോർഷനായിട്ട് കിടക്കും. അപ്പോൾ എന്താ, അതൊരു ഡിഫക്റ്റാണ്. അപ്പോൾ അതങ്ങനെ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ മോൾഡിൻ്റെ അകത്ത് നിന്ന് ഈ ഗ്യാസ് പുറത്തേക്ക് പോകാനുള്ള ഒരു എസ്കേപ്പ് ആയി പോകാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം മോൾഡിങ് സാൻഡ് സാധാരണഗതിയിലുള്ള നല്ല മോൾഡിങ് സാൻഡാണ്. അതിൻ്റെ എന്താ സാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാകും, ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്, അല്ലേ, ഒരു ഹോളോ പോർഷൻസ് ഉണ്ടാവും. അപ്പം പോറോസിറ്റി അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് സാൻഡ് ടു അലൗ
ദ ഗ്യാസ് ടു പാസ് ത്രൂ ദ മോൾഡ്. അതായത് മോൾഡിൻ്റെ ഉള്ളിൽ തന്നെ മോൾഡിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഗ്യാസിനെ കടത്തിവിടാനുള്ള, ഗ്യാസിനെ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ പറയുന്ന പേരാണെന്ത്? പെർമിയബിലിറ്റി. അങ്ങനെ പെർമിയബിലിറ്റി കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഗ്യാസ് പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളെ കാസ്റ്റിങ് ഡിഫക്റ്റീവ് ആകാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ പോറോസിറ്റി അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾഡിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഗ്യാസിനെ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റീനെ പറയുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി ഓഫ് മോൾഡിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് മാറാനുള്ള മോൾഡിംഗ് സാൻഡിൻ്റെ കപ്പാസിറ്റിനെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് സാൻഡ് ടു അക്വയർ ഷേപ്പ് ഫ്രം പാറ്റേൺ. ഒരു പാറ്റേണിൻ്റെ അകത്ത് അത് ആ ഷേപ്പിലുള്ള മോൾഡ് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതിനെ പറയുന്ന പേരാണെന്ത്? പ്ലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് ഫ്ലോവബിലിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഫ്ലോ അണ്ടർ എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സസ് ടു ഫിൽ കോംപ്ലക്സ് ഷേപ്പ്സ്. അതായത് റാം ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിനെ പറയുന്ന പേരാണെന്ത്? ഫ്ലോവബിലിറ്റി. കറക്റ്റായിട്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മോൾഡിൻ്റെ അകത്ത് എല്ലാ പോർഷൻസും എന്ത് ചെയ്യും? ഫിൽഡ് ആയിരിക്കും. നെക്സ്റ്റ് കൊളാപ്സബിലിറ്റി. നമുക്കറിയാം മോൾഡ് പൊളിച്ചിട്ടാണ് സാധാരണ ഗതിയിൽ കാസ്റ്റിങ്സ് പുറത്തേക്ക് എടുക്കുക. അപ്പം ഒരു പൊളിക്കാൻ പറ്റാത്ത, ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത മോൾഡാണെങ്കിൽ എന്താ, ഈ കാസ്റ്റിങ്സ് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈസിനെസ് ഓഫ് ബ്രേക്കിംഗ് ദ മോൾഡാണ് എന്ത് പറയുന്നത്? കൊളാപ്സബിലിറ്റി എന്ന് പറയുന്നത്. കൊളാപ്സബിലിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സാൻഡ് ദാറ്റ് പെർമിറ്റ്സ് ഇറ്റ് ടു കൊളാപ്സ് ഈസിലി ഡ്യൂറിങ് ദ നോക്കൗട്ട് ഫ്രം ദ കാസ്റ്റിങ്സ്. നോക്കൗട്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് നോക്കൗട്ട്. This property depends upon the amount of sand and clay and type of binders used. അതായത് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ക്ലേ ഉപയോഗിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ഏത് ടൈപ്പ് ബൈൻഡേഴ്സാണ് യൂസ് ചെയ്തിരുന്നത്, അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും? ഈ കൊളാപ്സബിലിറ്റീൻ്റെ എമൗണ്ട് മാറും. നെക്സ്റ്റ് റിഫ്രാക്റ്റീവ്നെസ്. Refractiveness is defined as the ability of molding sand to withstand high temperature without breakdown or fusing. അതായത് ഹൈ ടെമ്പറേച്ചർ, സാധാരണ ഇതിൽ ഹൈ ടെമ്പറേച്ചർ വന്ന് എന്ത് ചെയ്യും? സാധാരണ എല്ലാ ചില മെറ്റീരിയലൊക്കെ എന്ത് ചെയ്തു? മെൽട്ടായി പോകും അല്ലെങ്കിൽ ഫ്യൂസായി പോകും. അപ്പം ഈ ഒരു ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ്നെസ്. മോൾഡിംഗ് സാൻഡ് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ടൈപ്പ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാനാവും? നമുക്ക് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കറക്റ്റായിട്ട് നടത്താൻ പറ്റും. നെക്സ്റ്റ് കോഹ്സീവ്നെസ്. കോഹ്സീവ്നെസ് എന്ന് പറഞ്ഞാൽ രണ്ട് സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനെ കൊണ്ടാവുന്ന അട്രാക്ഷനെയാണ് എന്ത് പറയുക? കോഹ്സീവ്നെസ്. ഈ അട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മോൾഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. രണ്ട് സാൻഡ് പാർട്ടിക്കിൾസ്, മോൾഡിങ് സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനെ പറയുന്ന പേരാണ് എന്ത്? കോഹ്സീവ്നെസ്. അത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മോൾഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. നെക്സ്റ്റ് അഡ്ഹസീവ്നെസ്. മോൾഡിങ് ഫ്ലാസ്കിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള പ്രോപ്പർട്ടീനെ എന്ത് പറയാം? അഡ്ഹസീവ്നെസ് എന്ന് പറയാം. അതായത് മോൾഡിങ് സാൻഡിന് മോൾഡിങ് ഫ്ലാസ്കിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് അഡ്ഹസീവ്നെസ്. അപ്പം ഇന്ന് ലാസ്റ്റ് പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാധനമാണ്. എന്തൊക്കെയാണ്? പോറോസിറ്റി ഓർ പെർമിയബിലിറ്റി, സെക്കൻഡ് പ്ലാസ്റ്റിസിറ്റി, തേർഡ് ഫ്ലോവബിലിറ്റി, ഫോർത്ത് കൊളാപ്സബിലിറ്റി, റിഫ്രാക്റ്റീവ്നെസ്, കോഹ്സീവ്നെസ്, അഡ്ഹസീവ്നെസ്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡ്സ്. 8 ടൈപ്പ് മോൾഡിംഗ് സാൻഡ്സ് ഉണ്ട്. ഗ്രീൻ സാൻഡ്, ഡ്രൈ സാൻഡ്, ലോം സാൻഡ്, ഫേസിംഗ് സാൻഡ്, ബാക്കിംഗ് സാൻഡ്, സിസ്റ്റം സാൻഡ്, പാർട്ടിംഗ് സാൻഡ്, കോർ സാൻഡ്. അതേപോലെ തന്നെ പാറ്റേൺ അലവൻസ്,
5 ടൈപ്പ് പാറ്റേൺ അലവൻസ് ഉള്ള ഷ്രിങ്കേജ് ഓർ കോൺട്രാക്ഷൻ അലവൻസ്, മെഷീനിങ് അലവൻസ്, ഡ്രാഫ്റ്റ് ഓർ ടാപ്പർ അലവൻസ്, റാപ്പിംഗ് ഓർ ഷേക്കിംഗ് അലവൻസ്, ഡിസ്റ്റോഷൻ അലവൻസ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.